എന്തു പറഞ്ഞു? ഞാൻ താലി കെട്ടി എന്റെ ഭാര്യ. നന്ദിയില്ലാത്തവനെ. നന്ദികരാണോ കാട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ സ്നേഹിച്ചു പോയി. ഇനി എന്റെ സ്നേഹം ഒരാൾക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. ഇനി മുതൽ ഒരു ഭർത്താവാകാനുള്ള തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു. ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് നൽകേണ്ട സ്നേഹം, സുഖം, സംരക്ഷണം എല്ലാം ഞാൻ സാവിത്രിക്കുട്ടിക്ക് നൽകും. അതെത്ര കാലമാണെന്ന് എനിക്ക് പറയാനൊക്കില്ല. എന്തായാലും എന്റെ മരണം വരെ ഞാനത് കൃത്യമായിട്ട് ചെയ്യും. അതിന് നിങ്ങളാരും തടസ്സം നിൽക്കാൻ വരണ്ട. അങ്ങനെ സംഭവിച്ചാൽ ഇവിടെ നടന്ന നാടകങ്ങളൊക്കെ നാട്ടുകാരറിയും. ഒപ്പം സാവിത്രിക്കുട്ടിയും. വഞ്ചകൻ, ദുഷ്ടൻ, പാലുകൊടുത്ത കൈക്ക് തന്നെ അവൻ കുത്തി. ഇതിപ്പോ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ ഭഗവാനെ. സാവിത്രിക്കുട്ടിക്ക് അവനെന്ന് വെച്ചു കഴിഞ്ഞാൽ ജീവന്റെ ജീവനായത് എങ്ങനെയാണെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ കൺവട്ടത്ത് അവനവളെ മയക്കി വളച്ച് ഓടിച്ച് കക്ഷത്ത് വെച്ചത് നിങ്ങളുടെ പിടിപ്പുകേടുകൊണ്ടാണെന്ന് ഞാൻ പറയൂ. കുട്ടിശങ്കരൻ അങ്ങനെ പറയരുത്. അവനോട് എങ്ങനെ ഭാര്യയെ സ്നേഹിക്കണം, എങ്ങനെ ഭാര്യയെ കയ്യിലെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ചാന്തും കൺപക്ഷിയും പൊട്ടും മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കൊടുത്ത് താനല്ലേ? അതെ, അവൾ ആ പ്രകടനത്തിൽ അങ്ങ് വീണുപോയി. പോരാത്തതിന് ആ നാടകക്കാരിയെ കൊണ്ടുവന്നത് നമ്മളുടെ നാടകമായിരുന്നു അവൾ മനസ്സിലാക്കുകയും ചെയ്തു. അത് അവൾക്ക് അവനോടുള്ള സ്നേഹം കൂടാനുള്ള കാരണവുമായി. സ്നേഹം കൂടിക്കോട്ടെ, ജോത്സ്യനും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. പക്ഷേ സ്നേഹം കൂടിക്കൂടി അവനവളുടെ കുട്ടിയെ പ്രസവിക്കുമെന്നുള്ള സ്ഥിതി വന്നാൽ എന്ത് ചെയ്യും? ഇതാ ഇപ്പൊ കൂത്തായത്. ചേട്ടാ, മുറിക്കകത്ത് കയറി കുറ്റിയിട്ട അതിനകത്ത് എന്താ നടക്കുന്നത് ഞങ്ങളെങ്ങനെ അറിയുന്നത്? ഇനി എന്ത് ചെയ്യും കുട്ടിശങ്കര നമ്മൾ? എന്തായാലും ഒന്ന് ഞാൻ പറയാം, അവന്റെ കുട്ടിയുടെ അച്ഛനാകാൻ എന്റെ മകൻ ധനവാലനെ കിട്ടില്ല. എന്റെ കുട്ടിശങ്കര അത്രയ്ക്കൊന്നും ആയിട്ടുണ്ടാവില്ല. അതൊക്കെ അവനൊരാവേശത്തിന് വിളിച്ചു പറഞ്ഞതാവും. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, അവൻ ഇനി മേലെ അങ്ങനെ പറയരുത്. അഥവാ അങ്ങനെ വല്ല ആഗ്രഹവും അവന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് അവസാനിപ്പിച്ചു കൊടുക്കണം. അതിന് നിങ്ങളാരും എന്നെ പഠിപ്പിക്കണ്ട. കണ്ട തെരുവിന്ന് ആ ശുപ്പനെ കൈ പിടിച്ചു കൊണ്ടുവന്നത് എന്റെ കൈ വെട്ടാനല്ല, എന്റെ കൈ തഴുകാനാണ്. അവൻ വാക്ക് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടിശങ്കരൻ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിടില്ല ഞാൻ അവനെ. ആയുസിന്റെ ബലം കൊണ്ട് ഒരിക്കൽ രക്ഷപ്പെട്ടെന്ന് കരുതി എന്നും ഈശ്വരൻ കാവലുണ്ടാവില്ല. മാധവൻ വന്നേ, വാ. മതി ചിരിച്ചത്. ഈ ഇരുട്ടത്ത് ആരെങ്കിലും കേട്ടാൽ കേൾക്കട്ടെ. ഇരുളിന്റെ മറപറ്റി ശ്വാസമടക്കി കാത്തിരിക്കുന്ന രാത്രിഞ്ചരന്മാർ എന്റെ ചിരി കേൾക്കട്ടെ. ആ ചിരിയിൽ ഒരു സത്യം ഒളിച്ചിരിപ്പുണ്ട്. അതവർ തിരിച്ചറിയട്ടെ. എന്ത് സത്യം? നീ എന്നയാൾ ഇന്നാണ് ഒരു പുരുഷനായതെന്ന സത്യം. ഇന്നാണ് മനുഷ്യസ്നേഹിയായൊരു ഭർത്താവായി നീ മാറിയത്. നീ ഇപ്പം വന്നത് നിർവൃതിയിൽ ലയിച്ചു കിടക്കുന്ന ഒരു പാവം പെൺതരിയുടെ അരികിൽ നിന്നാ. നിന്റെ സ്നേഹം ആവോളം നുകർന്നവൾ, നിന്റെ സാവിത്രിക്കുട്ടി. ഈ രാത്രി നീ നൽകിയ നിമിഷങ്ങൾ ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയില്ല. എന്റെ പാഴ്വാക്കുകൾക്ക് ഗുണമുണ്ടായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദിക്കറിയാത്ത, ദിശയറിയാത്ത, കാലദൈർഘ്യമില്ലാത്ത, സമയബോധമില്ലാത്ത ഈ ഭ്രാന്തന്റെ ജൽപ്പനങ്ങൾക്ക് കാതുകൊടുത്ത് മനസ്സുകൊടുത്ത് നിന്നെ ഞാൻ നമിക്കുന്നു. അയ്യോ സ്വാമി, അരുത്. എന്നെ തൊഴുകയോ? എന്റെ മനസ്സിന് സമാധാനം തന്നത് അങ്ങ്. ഇത്രയും ദിവസം എന്റെ മനസ്സിലൊരു കടൽ പോലെ ആയിരുന്നു. പാവമൊരു പെൺകുട്ടിയെ ഞാൻ വഞ്ചിക്കുകയാണല്ലോന്നോർത്ത് നേറി കഴിയായിരുന്നു ഞാൻ. ഒരർത്ഥത്തിൽ ഇപ്പോഴാണ് എനിക്ക് ശാപമോക്ഷം കിട്ടിയത്. അങ്ങയോട് എനിക്ക് നന്ദിയുണ്ട്. നന്ദി പറഞ്ഞു നീ നിന്റെ സമയം കളയണ്ട. ഒന്നാമത് നിനക്ക് മുമ്പിൽ അധികം നാളുകളില്ല. ചെല്ല്, സാവിത്രിക്കുട്ടി ഉണരും മുമ്പ് അവൾക്കരികിലേക്ക് ചെല്ല്. ഓരോ പ്രഭാതങ്ങളും ഓരോ അസ്തമയങ്ങളും നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാകട്ടെ. 100 ദിവസം കൊണ്ട് ചെയ്യേണ്ട കർമ്മം നീ 1 ദിവസം കൊണ്ട് ചെയ്യണം. ചെയ്തേ പറ്റൂ. കാരണം നിന്റെ ആയുസ്സിനെ കുറിച്ച് നീ ഓർക്കണം, ഓർമ്മയുണ്ടായിരിക്കണം.
നീ പെരുങ്കള്ളനാ. പറഞ്ഞ വാക്കുമാറ്റി നീ അവളെ പാട്ടിലാക്കി കാര്യങ്ങളൊക്കെ നടത്തി. ഇതിനാണോടാ നായെ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്? പറയടാ. എന്താണ് നിനക്ക് ഉത്തരവില്ലാത്തത്? പറടാ, എന്തിനാണ് നീ ഞങ്ങളെ ചതിച്ചത്? ആരെയും ചതിക്കാൻ ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. ചില സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി നീ അവളെ കാണരുത്. സാറേ, അതിന് കഴിയില്ല. എന്ത് കഴിയില്ലെന്നോ? നിന്നെ സാവിത്രിക്കുട്ടി ഇപ്പോ ഞാൻ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു. മാധവ, നോക്കി നിൽക്കാതെ തല്ലി കൊല്ലടാ ഈ നായെ. എഴുന്നേക്കണം. ആന് തന്ന കൈക്ക് തന്നെ കടിക്കുന്നടാ പട്ടി. എഴുന്നേക്കണം. കൊല്ലടാ അവനെ. ഇനി നീ അവളെ കാണരുത്, കണ്ടുപോകരുത്. കാണും. അവൾ എന്റെ ഭാര്യ, എന്റെ ഭാര്യ. അവൾ എന്റെ ഭാര്യ. ഞാൻ താലി കെട്ടി എന്റെ ഭാര്യ. അവളെ കാണണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? എനിക്ക് അതേ കാലം ആയുസില്ല. പക്ഷേ ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നോ അത്രയും കാലം ഞാൻ സ്നേഹിക്കും അവളെ പൊന്നുപോലെ. എന്റെ പ്രാണം പോയിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോ, അതുവരെ വിട്ടുതരില്ല ഞാൻ. ഒന്നുകളെ വിടോ, വിട്ടുതരില്ല. എല്ലാം മതിയാക്കി പോയതാ ഞാൻ. നിങ്ങളാ എന്നെ തിരിച്ചു വിളിച്ചത്. ഞാനും മനുഷ്യനാണ്. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? എന്റെ ഭാര്യ ഈ വീട്ടിലുള്ളതുകൊണ്ട്. ഭാര്യയോ? എന്നാണ് അവൾ നിന്റെ ഭാര്യയായത്? ഒളിച്ച് കടത്തിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചതല്ല, നിങ്ങളെല്ലാം ചേർന്ന് കെട്ടിച്ചെന്നതാ. രമണേട്ടാ, എന്തു പറ്റി? അത് ഈ വീട്ടിലെ ചിലരുടെ പ്രേരണ കൊണ്ട് സംഭവിച്ചതാ. എന്നെ കൊല്ലാനൊരു ശ്രമം. പക്ഷേ ആയുസ് ഈശ്വരന്റെ കയ്യിലെ കണക്ക് പുസ്തകത്തിലല്ലേ കുറിച്ചു വച്ചിരിക്കുന്നത്. ഇവരെത്ര തലകുത്തി മറിഞ്ഞാലും അങ്ങേര് വിചാരിക്കാതെ രമണന്റെ പ്രാണനെടുക്കാൻ കഴിയില്ല. രമണേട്ടാ, എന്താ ഞാൻ കേൾക്കുന്ന കാണുന്നൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. നിന്നെ അറിയിക്കാതെ ഞാനും നിന്റെ വീട്ടുകാരും ചില കള്ളനും പോലീസും കളിയൊക്കെ ഉണ്ട് ഇവിടെ. അതൊന്നും ഇപ്പൊ നീ അറിയണ്ട. പക്ഷെ ഇനി ഈ വീട്ടിൽ നിൽക്കുന്നത് പന്തിയല്ല. നീ വരുന്നു എന്റെ കൂടെ. ആ മോഹം നടക്കില്ല. സാവിത്രി എങ്ങോട്ടും ഇല്ല. അത് സാവിത്രി പറയട്ടെ. സാവിത്രി, നീ അകത്തു പോ. പോവാം, പക്ഷെ കൂടെ രമണേട്ടനും ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ രമണേട്ടൻ എവിടേക്കാണോ അവിടേക്ക് ഞാനും പോവും. നിനക്ക് വല്ല എടുക്കാണ്ടോ? ഇല്ല. എന്നാ വാ. സാവിത്രി, നീ പോരുത്. നിന്റെ അച്ഛനാ പറയുന്നത്. പക്ഷേ വിളിച്ചത് ഭർത്താവല്ലേ അച്ഛ? എന്തിനാ പോകുന്നതെന്നുള്ള കാരണം നീ ചോദിച്ചോ? ഭർത്താവ് വിളിക്കുന്നിടത്തേക്ക് ഭാര്യ പോവാ, അതാ ശരി. അതിന് കാരണം ചോദിക്കേണ്ട ആവശ്യമില്ല. നരകത്തിലേക്കായാലും താലി കെട്ടിയ പുരുഷന്റെ പിന്നാലെ പോകുന്നതാ പെണ്ണിന്റെ ശരി. വാ. അവൻ ഇത്ര പെട്ടെന്ന് കാലുവാരുമെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അവൻ ഉടുമ്പിന്റെ ജന്മമാണെന്നാ തോന്നുന്നു. എന്തൊക്കെ ചെയ്തിട്ടും അവൻ തട്ടിപ്പോകുന്നില്ലല്ലോ. സമയമാവാത്തോണ്ടാ. സമയമായ ഒരു പനി വന്നാൽ പിടഞ്ഞു വീണ് മരിക്കും. തൽക്കാലം നമ്മളൊന്ന് അടങ്ങിയിരിക്കുന്ന നല്ലത്. എത്രയും വേഗം അവനെയും അവളെയും തമ്മിൽ തെറ്റിക്കാനുള്ളൊരു പോംവഴി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. എന്തായാലും ക്ഷമിക്കാൻ ഞാനൊരുക്കമാ. അവനിപ്പോ അവളെ കൊണ്ട് അവന്റെ വീട്ടിൽ രാജവാഴ്ച നടത്തട്ടെ. എന്നും അവനെ ഈശ്വരൻ കാത്തു രക്ഷിക്കില്ല. അവനെ തുടച്ചു നീക്കാൻ എന്നാൽ കഴിവുള്ളതെല്ലാം
ഞാൻ ചെയ്യും. അത് വാടക കൊലയാളികൾക്ക് കൈ നിറയെ പണം കൊടുത്തിട്ടായാൽ പോലും എല്ലാം ചെയ്ത് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ മകന്റെ കാര്യത്തിൽ നിങ്ങൾ തല തിരിച്ചു കളഞ്ഞേക്കരുത്. ചെമ്പകമുറ്റത്ത് നിന്നും സാവിത്രിക്കുട്ടിയുടെ കൈ പിടിച്ച് സ്വന്തം വീട്ടിലെത്തിയ രമണൻ ഉത്തമനായ ഒരു ഭർത്താവാകാൻ തീരുമാനിച്ചു. കുടുംബം പോറ്റാൻ അങ്ങനെ ഈ വേഷവും കെട്ടിയാടുകയാണ് രമണൻ. എന്താ മുതലാളി? നീ അവിടെ എന്ത് ചെയ്യായിരുന്നു ഇഷ്ടാ? ഞാനാ ശർക്കര ചാക്ക നിറയെ ഉറുമ്പുകളാ, അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി വെക്കായിരുന്നു. ആ രമണ, ഇത് ലോനപ്പൻ നമ്മുടെ സ്ഥിരം കസ്റ്റമറാ. അളവ് തൂക്കത്തിൽ ലേശം കുറയ്ക്കരുത്. ലോനപ്പാ, എന്താ വേണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞോളൂ. രമണൻ പുതിയ ആളാ. അരി മട്ട 5, പഞ്ചസാര 1/2 കിലോ, മുളക് പൊടി ചെറിയ പാക്കറ്റ്, ഉലുവ 100, സാമ്പാർ പൊടി 1, സൂചി ഗോതമ്പ് 1 കിലോ. സഞ്ചി ഉണ്ടോ കയ്യില്? അതെ, രമണനെ ആള് മിടുക്കനാ. അവൻ സാധനങ്ങൾ പടപടാന്ന് എടുത്തു തരും. എന്നാ ശരി. ശരി ലോനപ്പാ. ദിവാര, കച്ചേരിക്ക് പോയിട്ട് മാസം 4 ആയി. ഇളയവൻ അസുഖം അശേഷം കുറവില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ അല്പ കഷ്ടത്തിലാ ദിവാര. കടം വേണമെന്നല്ലേ പറഞ്ഞു വരണത്? നടക്കില്ല ഭാഗവതരെ. എന്റെ ഭാഗവതരെ, മുൻപറ്റ് തന്നെ 300 ചില്ലുവാനായിരിക്കണം. ഇനിയും കടം തന്നാലേ ഞാൻ ഈ കടയും പൂട്ടി വല്ല കന്നു പൂട്ടാന് പോണ്ടി വരും. ദിവാര, ഒരു 2 കിലോ അരിയും കുറച്ചുപ്പും മുളകും സാധനങ്ങളും മാത്രം മതി. കടം തരില്ല എന്ന് പറഞ്ഞാ തരില്ല. 2 ദിവസം പട്ടിണി കിടന്നൊന്ന് കരുതി മരിച്ചു പോകുന്നില്ല. സമയം മെനക്കെടുത്താതെ ഭാഗവര് പോയേ. എന്റെ ഭാഗവരെ, സമയം മെനക്കെടുത്താതെ ഭാഗവര് പോവാൻ നോക്ക്. എനിക്കിവിടെ വേറെ പണിയുണ്ട്. മുതലാളി, എന്താ? അല്ല, അയാളെ കണ്ടിട്ട് പാവാണെന്ന് തോന്നുന്നു. ഓഹോ, വന്നു കയറിയപ്പോഴേക്കും എന്നെ മുടിപ്പിക്കാനാ നിന്റെ ഭാവം അല്ലേ? അതല്ല, ആർക്ക് കടം കൊടുക്കണം, ആർക്ക് കടം കൊടുക്കണ്ടെന്നൊക്കെ ഈ ദിവാരം നന്നായിട്ടറിയാം. വർഷം 10-25 ദിവാറിന് ഈ പണി തുടങ്ങിയിട്ട്. അങ്ങ് തൃശ്ശൂരിന്ന് തുടങ്ങിയതാ, മനസ്സിലായ നിനക്ക്? ആ, എന്നാ നീ നിന്റെ പണി നോക്കും മോനെ. ശ്രീഗണനാഥ സിന്ദൂരാവണ്ണ കരുണ സാഗര കരിവദന ലംബോദര ലഘുമികര അംബാസുത അമര വിനുദ ലംബോദര ലഘുമികര സിദ്ധചാരണ ഗണസേവിത സിദ്ധിവിനായക തേ നമോ നമോ ലംബോദര ലഘുമികര അംബാസുത അമര വിനുദ ലംബോദര ലഘുമികര സകല വിദ്യാ ആദിപൂജിത സർവോത്തമ തേ നമോ നമോ ലംബോദര ലഘുമികര അംബാസുത
ഇവൾ ചിന്താമണി. രമണന്റെയും സാവിത്രിക്കുട്ടിയുടെയും ജീവിതത്തിൽ ഇവൾക്കുള്ള സ്ഥാനം, അനിരുദ്ധന്റെയും ഭാമിനിയുടെയും കഥയിൽ ഇവൾക്കുള്ള പങ്കെന്താണ്? പ്രതിസന്ധികളിൽ പുനർജനിക്കുന്ന ഇത്തരം അവതാരങ്ങളുടെ ലക്ഷ്യം തേടി നമുക്കിനിയും യാത്ര തുടരാം. തിങ്കളാഴ്ച മുതൽ. എന്റെ വയറ്റില് രമണേട്ടന്റെ ജീവനുണ്ട്. കണ്ണടച്ചൊരു പെൺകുട്ടി ഈശ്വരനെ പോലെ എന്നെ സ്നേഹിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ, കണ്ടില്ലെന്നും കേട്ടില്ലെന്ന് നടിക്കാൻ ഞാൻ മൃഗമൊന്നുമല്ലല്ലോ.